അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ മണി മുഴങ്ങുമ്പോൾ, നാമജപങ്ങൾ ഉയരുമ്പോൾ BJPയും സംഘപരിവാർ സംഘടനകളും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത രണ്ട് നാമധേയങ്ങളാണ് ശ്രീ ലാൽകൃഷ്ണ അഡ്വാനി, മുരളി മനോഹർ ജോഷി. അഡ്വാനിയുടെ രഥയാത്രയും അതേ തുടർന്നുള്ള സംഭവങ്ങളുമാണ് ക്ഷേത്രം പണി ആരംഭിക്കാൻ തന്നെ കാരണമായത്. അതിലുപരി വെറും 2 MP മാത്രമുണ്ടായിരുന്ന BJPയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഒരിക്കലും വിസ്മരിക്കാനാവുന്നതല്ല. എല്ലാവരിലും ഉപരി BJPയുടെ നയത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. ശ്രീ വാജ്പേയിയുടെ കാലത്ത് BJPയുടെ നയമെന്ന് പറയുന്നത് ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ ആയിരുന്നു. അതുമാറി ഹിന്ദുത്വ അജണ്ട മുമ്പോട്ട് വെക്കുന്നത് തന്നെ ശ്രീമാൻ ലാൽകൃഷ്ണ അഡ്വാനിയാണ്. BJP 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അയോധ്യയിൽ രാമക്ഷേത്രം, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയും, 3 ഏക സിവിൽ കോഡ് നടപ്പാക്കും. 2 നടപ്പാക്കി, ഇനിയും അധികാരത്തിൽ വരികയാണെങ്കിൽ 3ാമത്തതും നടപ്പാക്കുക തന്നെ ചെയ്യും. അപ്പൊ മതേതര സോഷ്യലിസത്തിൽ നിന്ന് ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള ആ നയം മാറ്റം, അതാണ് യഥാർത്ഥത്തിൽ BJPയെ അധികാരത്തിൽ എത്തിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കണം, ഗുജറാത്ത് കലാപത്തിന് ശേഷം ശ്രീ നരേന്ദ്രമോദിയെ മാറ്റി നിർത്തണമെന്ന് അന്നത്തെ BJP നേതൃത്വത്തിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ മോഡിക്ക് ഒരു അവസരം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞ് മോഡിക്ക് വേണ്ടി വാദിച്ചത് ശ്രീമാൻ ലാൽകൃഷ്ണ അഡ്വാനിയാണ്. പക്ഷേ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ആ 75 വയസ്സ് കഴിഞ്ഞുവെന്ന കാരണം പറഞ്ഞ് അദ്ദേഹത്തെ തന്ത്രപൂർവ്വം മാറ്റി നിർത്തി. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വിശ്രമ ജീവിതം അല്ലാതെ മറ്റൊന്നും കരണീയമായിട്ടില്ല. ഒന്നും വേണ്ട, പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്നു. ഒരിക്കലല്ല, 2 വട്ടം. ശ്രീ രാംനാഥ് കോവിന്ദിന് പകരം ശ്രീമതി ദ്രൗപദി മുർമുവിന് പകരം ലാൽകൃഷ്ണ അഡ്വാനിയുടെ പേര് പരിഗണനയ്ക്ക് വന്നതേയില്ല. അതാണ് രാഷ്ട്രീയം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, വിളിച്ചെണീപ്പിച്ചിട്ട് അത്താഴമില്ല എന്ന് പറയുന്ന പോലെ LK അഡ്വാനിയോടും ശ്രീ ജോഷിയോടും BJP നേതൃത്വം അറിയിച്ചു വരേണ്ടതില്ല എന്ന്. പറയുന്നു ആരോഗ്യപരമായ കാരണങ്ങളാൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ വന്നാൽ ജനശ്രദ്ധ അങ്ങോട്ട് തിരിയുകയില്ലേ, മോഡി പ്രഭാവത്തിന് മങ്ങലേൽക്കുകയില്ലേ? അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തുകൊണ്ടോ 2 പേരെയും മാറ്റി നിർത്തി. എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം, ഹി ഡിസേർവ്സ് എ ബെറ്റർ ട്രീറ്റ്മെൻറ്റ്. അദ്ദേഹം ഇതിനേക്കാൾ നല്ല ഒരു പരിഗണന തീർച്ചയായും അർഹിക്കുന്നു. ഇതാണ് രാഷ്ട്രീയം, ഇതാണ് BJP. അഡ്വാനിജിക്കും ജോഷിജിക്കും 1000 ആരോഗ്യങ്ങൾ ആശംസിക്കുന്നു.